ഹായ്, ഇന്ന് നമ്മൾ 1 മീറ്റർ നീളത്തിൽ ഒരു ഓടമുളയുടെ പീസ് എടുത്തിട്ടുണ്ട്. ഈ പീസ് വെച്ചിട്ട് നമ്മൾ 2 കിഡിലൻ ഐറ്റംസ് ആണ് ഇന്ന് നിർമ്മിക്കുന്നത്. അപ്പോൾ ആരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് നിർമ്മിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ നമ്മുടെ ഓടമുളയുടെ പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 3 മൊട്ട് നീളമാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നടുവിൽ ഒരു മൊട്ട്, ഇതൊരു മൊട്ട്, ഇതൊരു മൊട്ട്. അപ്പോൾ ഈ 2 സൈഡിൽ നമ്മൾ മൊട്ട് ഒഴിവാക്കിയതിന് ശേഷം അതിന് കീയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പം ഇനി ഈ ഭാഗം നമ്മൾ ഇതിൻ്റെ ഈ ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം, ഇതേപോലെ ഒന്ന് ചീന്തി എടുക്കണം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗവും ചീന്തി എടുക്കാം. അപ്പോൾ നമ്മുടെ മുളയുടെ പീസിൻ്റെ 2 ഭാഗവും നമ്മൾ ഇതേപോലെ ചീന്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മൊട്ട് വരെയാണ് നമുക്ക് ചീന്തി എടുക്കേണ്ടത്. നടുഭാഗം നമ്മൾ ചീന്തരുത്, 2 സൈഡും മാത്രമാണ് ചീന്തി എടുക്കേണ്ടത്. ഇതേപോലെ ഈ വീതിയിലാണ് നമ്മളിത് ചീന്തി എടുക്കുന്നത്. 1 സെന്റിമീറ്റർ വീതി കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് ചീന്തി എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചീന്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗവും നമ്മൾ അതേപോലെ ചീന്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ഒരു പൊളിച്ച തേങ്ങ എടുത്തിട്ടുണ്ട്. നല്ല വലിയ തേങ്ങയാണ് നമ്മൾ എടുത്തത്. അത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതേപോലെ കയറ്റി വെക്കണം. അപ്പോൾ ഇത് കയറ്റി വെച്ചാൽ നമുക്കിത് നന്നായിട്ട് വിടർന്ന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തേങ്ങ ഉപയോഗിക്കുന്നത്. പിന്നീട് നമ്മൾ തേങ്ങ എടുത്ത് ഒഴിവാക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ തേങ്ങ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ചൂടിക്കാർ എടുത്തിട്ടുണ്ട്. ഈ ചൂടിക്കാർ നൈസ് ചൂടിക്കാരാണ്, അതായത് വണ്ണം കുറവുള്ള ചൂടിക്കാരാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചൂടിക്കാർ ഉപയോഗിച്ചിട്ട് നമുക്കിത് മെടഞ്ഞെടുക്കണം. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഇതേപോലെ ചൂടിക്കാർ കോർത്ത ശേഷം ഒരു കമ്പിൻ്റെ ഉള്ളിലൂടെ കോർത്ത ശേഷം പിന്നീട് ഓരോ കമ്പ് ഉൾഭാഗത്തു ഒരു കമ്പ് പുറം ഭാഗത്ത് എന്ന രീതിയിൽ നമ്മളിത് മെടഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 80% നമ്മൾ ഇതേപോലെ മെടഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് അവസാന ഭാഗം ചൂടിയുടെ അവസാന ഭാഗം നമ്മൾ ഇതിൻ്റെ ആദ്യം നമ്മൾ മെടഞ്ഞതിൻ്റെ അടിഭാഗത്തൂടെ കോർത്ത് കൊണ്ട് നമ്മളിത് ഇവിടെ അതായത് ടൈറ്റാക്കി കോർത്ത് നിർത്തുന്നുണ്ട്. അപ്പോൾ നമ്മളിത് മെടഞ്ഞ് കോർത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതാ നമ്മുടെ തേങ്ങ ഇതിനുള്ളിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ തേങ്ങ കുറച്ച് ടൈറ്റായിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു കമ്പി ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്ന് തെള്ളിയാൽ ഇതേപോലെ കിട്ടും. അപ്പോൾ തേങ്ങ നമ്മളെടുത്ത് ഒഴിവാക്കി. ഇനി നമുക്കിതിൻ്റെ 2ാമത്തെ ഭാഗവും ഇതേപോലെ തന്നെ മെടഞ്ഞെടുക്കണം. അപ്പോൾ 2 ഭാഗവും നമ്മൾ മെടഞ്ഞെടുത്തു. ഇനി നമുക്കിതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ഈ മുട്ടിന് താഴെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ ബാക്കി ഭാഗം വരുന്നതിൻ്റെ ഭാഗം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മളിത് ഇതേപോലെ ചീന്തി എടുക്കുന്നുണ്ട്.
കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മുളയുടെ മറ്റേ ഭാഗവും നമ്മൾ ചീന്തിയെടുത്തു. അതിനുശേഷം നമ്മുടെ തേങ്ങ ഉപയോഗിച്ച് നമ്മൾ ഇതിനുള്ളിൽ തേങ്ങ കയറ്റിയതിന് ശേഷം ഈ ഭാഗവും നമ്മൾ മെടഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതാ ഇതിൻ്റെ ഈ ഭാഗവും നമ്മൾ രണ്ട് ഭാഗവും നമ്മൾ മെടഞ്ഞെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത ഒരു ഭാഗം മാത്രം ഉള്ള ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ ഇതേപോലെ മരത്തിൻ്റെ മുത്താണ്, ഇപ്പം 3 മുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് ഓടമുളയിൽ നിന്ന് നമ്മൾ ഒരു കട്ട് ചെയ്തെടുത്തൊരു പീസാണ്, ഒരു ചെറിയ പീസ് നമ്മൾ ഒരു വളയം പോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കോട്ടൺ കയറും, ചെറിയ കോട്ടൺ കയറും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മെടഞ്ഞെടുത്തതിൻ്റെ അടിഭാഗത്ത് നമുക്കൊരു ഹോള് ഇതേപോലെ തയ്യാറാക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത നമ്മുടെ മുളയുടെ പീസിൽ ഇതേപോലെ തന്നെ നമുക്ക് അടിഭാഗത്ത് ഒരു സൈഡിൽ നമുക്കൊരു ഹോള് തയ്യാറാക്കാം. ഇനി നമ്മുടെ മുളയുടെ വളയത്തിൻ്റെ 2 ഭാഗവും നമുക്ക് ഇതേപോലെ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കും. അത് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമ്മുടെ കയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് നിന്ന് നമ്മൾ ഇതിനുള്ളിലേക്ക് നമ്മൾ ഈ കയർ കോർത്തെടുക്കുന്നുണ്ട്. കയറ് കോർത്തെടുത്ത ശേഷം ഉൾഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ആ കയറ് താഴോട്ട് തന്നെ വലിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 10-15 സെൻറ്റിമീറ്റർ നീളത്തിൽ ആ കയറ് കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മുത്തുകൾ ആ കയറിൽ കോർത്തെടുക്കുക. മുത്തുകൾ കോർത്ത ശേഷം നമ്മൾ നമ്മുടെ ഓടവളയത്തിൻ്റെ ഉള്ളിലേക്കും നമ്മൾ ഹോളിട്ടതിനുള്ളിലൂടെ പുറംഭാഗത്ത് നിന്ന് ഉൾഭാഗത്തേക്ക് നമ്മൾ കയറ് കോർത്തെടുത്തതിന് ശേഷം ഓടയോട് ചേർത്തിട്ട് നമ്മൾ അവിടെയും കെട്ട് കൊടുക്കുന്നുണ്ട്. ആ കെട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കയറിൻ്റെ കൂടുതലുള്ള ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇത് നമ്മൾ 2 ഭാഗവും മെടഞ്ഞ നമ്മുടെ ഓടയുടെ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ തെറുത്ത് നിൽക്കുന്ന, അതായത് ചൂടി കയറിൻ്റെ തുമ്പുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്കൊരു കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കിയെടുക്കും. അത് നമ്മൾ വൃത്തിയാക്കിയെടുത്തു. ഇനി നമുക്കിതിൻ്റെ നടുവിൽ വരുന്ന, അതായത് മുട്ടിൻ്റെ ഇതിൻ്റെ നടുവിൽ നമുക്കൊരു ഹോള് കൊടുക്കണം. ആ ഒരു കൂർത്ത കമ്പി ഉപയോഗിച്ചിട്ട് നമ്മൾ ഹോള് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിന് പോളിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 പീസും നമ്മൾ പോളിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ടച്ച് വുഡാണ് ഉപയോഗിക്കുന്നത്. സ്ലീക്കോ വാർണിഷോ എന്ത് വേണമെങ്കിലും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമ്മളിതാ ഒരു LED മാല നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വയറ് നമ്മളിതിന് ഒരു ഭാഗത്ത്, അതായത് മുകൾ ഭാഗം വരുന്ന ഭാഗം, അതായത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഈ ലൈറ്റ് വെച്ചതിന് ശേഷം നമ്മൾ അടിഭാഗത്തേക്ക് ആ വയറ് കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 1 മീറ്റർ ഓടമുള കൊണ്ടുള്ള 2 ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് നമ്മൾ ചുമരിൽ വെക്കുന്ന രീതിയിലാണ് നമ്മൾ റെഡിയാക്കിയെടുത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പീസ് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുമരുമേൽ നമുക്ക് ആണിമീലൊക്കെ ഇതേപോലെ നമുക്ക് കൊളുത്തിടാം. നമുക്ക് ഇതിൽ പ്ലാന്റുകൾ, അതായത് ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെക്കാം. നമുക്ക് ചെറിയ പോട്ടുകളിലൊക്കെ ആക്കിയിട്ട് ഇൻഡോർ പ്ലാന്റുകൾ വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഫ്ലവറുകൾ വെക്കാം. ഇതേപോലെ ഫ്ലവറുകൾ വെക്കാം. നമ്മളിപ്പോൾ ഫ്ലവറുകളാണ് വെക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഫ്ലവർ വേസിന് ഇത് നമുക്ക് ഇതേപോലെ തറയിൽ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. നമ്മൾ പോളിഷൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. 2 നമ്മൾ പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീക്കാണ് നമ്മൾ അടിച്ചു കൊടുത്തത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ലൈറ്റൊക്കെ ഇടുന്ന കാഴ്ച നമുക്ക് രാത്രി കാഴ്ച നമുക്ക് കാണാം. ഇതിൻ്റെ നമുക്ക് അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റുകളോ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഫ്ലവറുകളൊക്കെ നമുക്ക് കൊടുക്കാം. നമ്മളിപ്പോൾ തൽക്കാലം ഫ്ലവറുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് തറയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വീട്ടിൽ തറയിൽ നമുക്ക് ചുമരിൻ്റെ മൂലകളിലൊക്കെ നമുക്കിത് വെച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഈ 2 ഐറ്റംസും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.